നമസ്കാരം. വിൻഡി നൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജ്ഞാതയായ ഒരു തമിഴ്നാട്ടുകാരിയുടെ കൊലപാതകം. പോലീസിന് വഴിതെറ്റാനുള്ള എല്ലാ സാധ്യതയും അതിലുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങളെടുത്ത് പിടിക്കപ്പെടില്ല എന്ന ധൈര്യത്തോടെ മറഞ്ഞിരുന്ന കൊലപാതകിയെ കണ്ടുപിടിച്ച ഒരു അരും കൊലയുടെ കുറ്റാന്വേഷണ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീ. പക്ഷേ അതാരെന്ന് അറിയില്ല. പലപ്പോഴും പോലീസ് കൊലപാതകിയെ കണ്ടുപിടിക്കുന്നത് കൊല്ലപ്പെട്ടത് ആരെന്ന വസ്തുതയിൽ നിന്നാണ്. ഒരാൾ കൊല്ലപ്പെട്ടാൽ ആദ്യം അന്വേഷിക്കുന്നത് അയാളുടെ വിരോധികളാരൊക്കെ, ഏത് സാഹചര്യത്തിൽ നിന്നാണ് അയാൾ അപ്രത്യക്ഷമായത്, ആരാണ് അയാളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് പോലീസ് സാധാരണ കേസ് തെളിയിക്കാറ്. അതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലാത്തൊരാൾ, ആ ആൾ കേരളത്ത് വെച്ച് കൊല്ലപ്പെടുക, ഒരു അജ്ഞാത ജഡമെന്ന രീതിയിൽ ആ ശരീരം കാണപ്പെടുകയും അതിൽ അന്തർ സംസ്ഥാനത്തുള്ള ആൾ കുറ്റവാളിയാകുകയും ചെയ്താൽ ആ കേസ് തെളിയിക്കപ്പെടുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള കേസാണ് 2009 ജനുവരിയിൽ പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരിയിലുണ്ടായത്. സാധാരണ മനുഷ്യരുള്ള ഒരു കൊച്ചു പട്ടണം. 2009 ജനുവരിയിൽ ഒരു ദിവസം ജനം ഉണർന്നത് ഒരു കൊലപാതക വാർത്ത കേട്ടുകൊണ്ടാണ്. പുലർച്ചെ പട്ടണത്തിൻ്റെ ഒരു ഇടവഴിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട് കിടക്കുന്നു. കഴുത്തറുത്ത നിലയിലാണ്. അവിടമാകെ രക്തമൊഴുകി പരന്നിരിക്കുന്നു. ആ മൃതദേഹത്തിനരികെ ഇരുന്ന് നിലവിളിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞ്. ആരുടെയും ഹൃദയം പുലരും ആ കാഴ്ച കണ്ടാൽ. സ്വന്തം അമ്മയുടെ മരണം മുന്നിൽ കണ്ട കുട്ടി. അമ്മയുടെ രക്തമാണ് ആ കുഞ്ഞിൻ്റെ ശരീരമാകെ. ആദ്യം നാട്ടുകാർ ഇത് കാണുന്നു. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. ചെറുപ്പുളശ്ശേരി പോലീസ് സ്ഥലത്തെത്തി. എവിടുത്തുകാരാണെന്ന് കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആദ്യം തമിഴാണ് കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയെന്ന് മനസ്സിലായി. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണെന്ന് കുട്ടിയുടെ ഭാഷയിൽ നിന്നും മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞു. കുട്ടിയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും തുടർന്ന് ഒരു അനാഥാലയത്തിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. ആ സ്ത്രീയുടെ മൃതദേഹത്തിനരികിൽ ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു. കഴുത്തറക്കാൻ ഉപയോഗിച്ച ആയുധമാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തം. സ്ത്രീ തമിഴ്നാട് സ്വദേശിയാണെന്നും പോലീസ് ഉറപ്പിച്ചു. ആകെ കിട്ടിയത് ഒരു ചെറിയ ബാഗായിരുന്നു. സഞ്ചി പോലുള്ള ഒരു തുണി ബാഗായിരുന്നു അത്. അതിൽ നിന്ന് 6 രൂപ 40 പൈസയ്ക്കുള്ള ഒരു തമിഴ്നാട് കോർപ്പറേഷൻ ബസ് ടിക്കറ്റ് കിട്ടി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ആകെ ഒരു തുമ്പായി കിട്ടിയത് ആ ബസ് ടിക്കറ്റ് ആയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള വാണിയമ്പാടിയിൽ തിരുപ്പത്തൂർക്കുള്ള ബസ് ടിക്കറ്റ് ആയിരുന്നു അത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്ത്രീയെ തിരിച്ചറിയാനായി ആ ഭാഗത്ത് വന്ന ക്വാറികളിലെ പണിക്കാരാണോ, അതുപോലെ ആ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് ആദ്യം അന്വേഷണം നടത്തിയത്. ആ ടിക്കറ്റ് ലഭിച്ചതോടെ വാണിയമ്പാടിയിലോ തിരുപ്പതിയിലോ നിന്നുള്ള സ്ത്രീയാണെന്ന് വ്യക്തമായി. പക്ഷേ ആ സ്ത്രീയും കുഞ്ഞും എന്തിനാണ് ചെറുപ്പുളശ്ശേരിയിലെത്തിയത്? ആരാണ് അവരെ കൊലപ്പെടുത്തിയത്? അന്വേഷണം പല വഴിക്ക് വ്യാപിച്ചു. 2 രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് ആരംഭിച്ചത്. ഒന്ന്, ആ സ്ത്രീ എവിടെന്ന് വന്നു, ആരുടെ കൂടെ വന്നു, ഈ സംഭവത്തിന് ശേഷം കൊലപാതകികൾ എങ്ങോട്ട് പോയി, കൊലപാതകികൾ എങ്ങോട്ടെങ്കിലും പോകുന്നത് ആരെങ്കിലും കണ്ടു എന്ന് ചെറുപ്പുളശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം. ഇതിന് സമാന്തരമായിട്ട് വേറൊരു അന്വേഷണം. തിരുപ്പത്തൂർ വാണിയമ്പാടി ബസ് ടിക്കറ്റ് ഉള്ളതുകൊണ്ട് വാണിയമ്പാട് മുതൽ തിരുപ്പത്തൂർ ഉള്ള സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നും ഏതെങ്കിലും സ്ത്രീകൾ അവിടെ നിന്നും കാണാതായിട്ടുണ്ടോ എന്നുമുള്ള ഒരു അന്വേഷണം. കൂടാതെ തിരുപ്പത്തൂർ പോലീസിന്റെ സഹായത്തോടെ അവിടെയുള്ള പത്രത്തിലും ടിവിയിലും ഒക്കെ ഫോട്ടോ കാണിച്ചും ഒരു അന്വേഷണം നടത്തി. എന്നിട്ടും ഒരു വിവരവും ഉണ്ടായില്ല. ഈ സമയം ചെറുപ്പുളശ്ശേരി കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് കൊലപാതകവുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചത്. അന്ന് ആ സമയത്ത് പല ദിവസങ്ങളിലായിട്ട് നടന്ന അന്വേഷണത്തിന്റെ ഒടുവിൽ 2-3 വിവരങ്ങൾ കിട്ടുകയുണ്ടായി. ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കാണാനില്ല. ഡ്രൈവറെ കാണുന്നില്ല, ഓട്ടോറിക്ഷ കണ്ടുപിടിച്ചു. ഓട്ടോറിക്ഷയുടെ ഉടമസ്ഥനെ സമീപിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓട്ടോറിക്ഷയിൽ രക്തമുണ്ടായിരുന്നു എന്ന്. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഈ സ്ത്രീയുമായി ഓട്ടോറിക്ഷ ഡ്രൈവറെ ബന്ധപ്പെടുത്താനുള്ള ഒരു തുമ്പും തന്നെ ഉണ്ടായിരുന്നതുമില്ല. അന്വേഷണം വൈകുകയാണ്. ആളുകൾ പറഞ്ഞു തുടങ്ങി അവനായിരിക്കും ആ കുറ്റകൃത്യം ചെയ്തതെന്ന്.
ഓട്ടോറിക്ഷയിൽ രക്തവും ഉണ്ടായിരുന്നല്ലോ. അതേസമയം ഓട്ടോ ഡ്രൈവറാണ് കൊലയാളി എന്ന വിശ്വാസത്തിൽ നാട്ടുകാർ പ്രക്ഷോഭവും ആരംഭിച്ചു. ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. വലിയ സമ്മർദ്ദമാണ് പോലീസിനുണ്ടായത്. ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം തുടർന്നാൽ വഴിതെറ്റുമോ എന്ന ആശങ്ക അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. എല്ലാ വശങ്ങളും പരിശോധിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നിരന്തര സമരങ്ങളെ തുടർന്ന് പോലീസ് ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലേക്കെത്തി. അവസാനം പോലീസ് ഓട്ടോറിക്ഷക്കാരനെ കണ്ടുപിടിച്ചു. അപ്പോഴേക്കും നാട്ടിൽ പാട്ടായി, ഇവനാണ് ആ സ്ത്രീയെ കൊന്നതെന്ന്. ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ ആകെ പേടിച്ച് വരേണ്ട അവസ്ഥയിലായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറ്റം സമ്മതിക്കാമെന്നായി അയാൾ. ഓട്ടോറിക്ഷയിൽ രക്തവുമുണ്ടല്ലോ എന്നും പറഞ്ഞ് അയാൾ കുറ്റം സമ്മതിച്ചു. പക്ഷേ ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചപ്പോൾ അത് മനുഷ്യരക്തമായിരുന്നില്ല, മറിച്ച് അതൊരു മൃഗത്തിൻ്റെ രക്തമായിരുന്നു, അതും കോഴിയുടെ. രക്തപരിശോധനയുടെ ഫലം ലഭിച്ചതോടെ ആ ഓട്ടോറിക്ഷ ഡ്രൈവറല്ല കൊലയാളിയെന്ന് പോലീസ് ഉറപ്പിച്ചു. ദിവസങ്ങൾ നീണ്ടുപോവുകയാണ്. പ്രാദേശികമായി പലരിൽ നിന്നും പോലീസ് മൊഴികളെടുക്കുന്നുണ്ട്. ഇതിനിടയിലാണ് നിർണായകമായി തെളിവ് ലഭിക്കുന്നത്. കൊലയാളികളെന്ന് സംശയിക്കുന്ന ചിലരെ പറ്റി വിവരം ലഭിച്ചു. ചെറുപ്പുളശ്ശേരി പെരിന്തൽമണ്ണ വഴിക്ക് ഒരു തൂത്തപ്പാലം എന്ന സ്ഥലമുണ്ട്. അതൊരു റിവർ ബ്രിഡ്ജാണ്. തൂത്തപ്പാലത്തിൻ്റെ സൈഡിൽ രാത്രി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു ചായക്കടയുണ്ട്. ആ കൊലപാതകം നടന്ന രാത്രി ഇതുവഴി പോയിരുന്ന ആളുകളെപ്പറ്റി ഒരന്വേഷണം നടത്തി. അവർ പറഞ്ഞു, ഒരു കറുത്താളും സാമാന്യം ഒരു വെളുത്താളും അവിടെ അന്ന് രാത്രി വന്നിരുന്നു എന്നും അവർക്ക് മലയാളം സംസാരിക്കാനൊക്കെ അറിയാമെന്നും പറഞ്ഞു. അവരെ ശ്രദ്ധിക്കാനുണ്ടായ ഒരു കാര്യം, അതിലൊരാൾ വളരെ പരിശ്രമിച്ച് ഇവിടെ നിന്ന് കാല് നല്ല വൃത്തിയായി കഴുകുന്നുണ്ടായിരുന്നു എന്നതായിരുന്നു. അവരുടെ കാലിൽ രക്തമാണോ എന്ന് സംശയമുണ്ടെന്നും അയാൾ മൊഴി നൽകി. നേരത്തെ അവിടെ കണ്ടിട്ടില്ല, എങ്ങോട്ടാണ് അവർ പോയതെന്നും അറിഞ്ഞുകൂടാ എന്നും അയാൾ പറഞ്ഞു. പാലക്കാട് ബസ് കിട്ടുമോ എന്ന് അവർ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പാലം കയറി അപ്പുറത്തേക്ക് നടന്നുപോയെന്നും അയാൾ പറഞ്ഞു. അപ്പോൾ പോലീസിന് ഒരു തെളിവ് കിട്ടുകയാണ്. കൊലപാതകി ഒന്നല്ല, 2 പേരാണ്. ആ വിവരം ലഭിച്ചെങ്കിലും ആ 2 പേരെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. അവർ എവിടേക്ക് പോയെന്നോ എവിടെ നിന്ന് വന്നവരാണെന്നോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും സ്ത്രീയെ തിരിച്ചറിയാനുള്ള ചില വിവരങ്ങൾ ചെറുപ്പുളശ്ശേരി പോലീസിന് ലഭിച്ചു. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ വാണിയമ്പാടിയിൽ ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് വന്നു. പൂക്കച്ചവടം നടത്തിയിരുന്ന ഒരു സ്ത്രീയെ കാണുന്നില്ല. അപ്പോഴേക്കും പോലീസ് അലേർട്ടായി. ഇവിടെ മരിച്ചു കിടന്ന സ്ത്രീ ആ സ്ത്രീ തന്നെയാണെന്നും അവർക്ക് ഒരു 3 വയസ്സുള്ള കൊച്ചുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. വാണിയമ്പാടിയിൽ പൂക്കച്ചവടം നടത്തുന്ന സ്ത്രീ അവരെങ്ങനെയാണ് ചെറുപ്പുളശ്ശേരിയിലെത്തിയത്? അവിടെ വെച്ച് ആരാണ് കൊലപ്പെടുത്തിയത്? അന്ന് ചായക്കച്ചവടക്കാരൻ നൽകിയ സൂചന അനുസരിച്ചുള്ള 2 പേരാകുമോ? തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം തുടർന്നു. ആ സ്ത്രീയെക്കുറിച്ചായി പിന്നീടുള്ള അന്വേഷണം. സ്ത്രീയുടെ മറ്റ് ബന്ധങ്ങൾ കൃത്യമായി പോലീസ് അന്വേഷിച്ചു. അതിൽ 2 പേരെ പറ്റി ചില സംശയങ്ങളുണ്ട്. ഈ സ്ത്രീയെ കാണാതായതിനു ശേഷം അവരും ആ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷരാണ്. അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരിൽ ഒരാളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ചെറുപ്പുളശ്ശേരിയിലടുത്തുള്ള ഒരു സ്ഥലത്ത്, വേറൊരാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അട്ടപ്പാടിയിലടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നും. ഇതിൽ പ്രസക്തമായിട്ടുള്ളത്, കാലു കഴുകിയിട്ട് പോയ ആളുകൾ സംസാരിച്ചിരിക്കുന്നത് ഒരു തമിഴ് ചുവ കലർന്ന മലയാളത്തിലാണ്. ഇതിൽ നിന്നും അവർ പാലക്കാട്ടേക്കുള്ള വരവ് പതിവായിരുന്നുവെന്ന് മനസ്സിലാക്കി. കൊലയാളികൾ ആരാണെന്ന് വ്യക്തമായി: ഷമീൽ, റഫീഖ്. പക്ഷേ പ്രതികളെ കണ്ടെത്തണം. അതിനുള്ള ശ്രമമാണ് പോലീസ് പിന്നീട് നടത്തിയത്. അങ്ങനെ പോലീസുകാർ അട്ടപ്പാടിയിലെ അയാളുടെ ഭാര്യ വീട്ടിലേക്ക് പോയി. അയാൾ അവിടെ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അയാളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മറ്റേയാളെ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് തന്നെ കണ്ടെത്തി. 2 പേരെയും പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പിടിയിലായതോടെ ആ സ്ത്രീയെ കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം പോലീസിന് മുന്നിൽ വിവരിച്ചു. ഈ പെണ്ണുമായി ഇവർക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് ആ സ്ത്രീ ഒരു ശല്യമായി തീർന്നപ്പോൾ അവരെ ഒഴിവാക്കാനായിരുന്നു അവസാനം അവർ തീരുമാനിച്ചത്. അങ്ങനെ ആരും അറിയാതെ ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി തീർക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ കേരളത്തിൽ കൊണ്ടുവന്നു. പാലക്കാട് ട്രെയിൻ ഇറങ്ങി. അവിടുന്ന് ബസ്സിൽ വന്ന് ചെറുപ്പുളശ്ശേരിയിൽ വന്നിറങ്ങി. ഇന്ന് എവിടെയെങ്കിലും താമസിക്കാമെന്ന് പറഞ്ഞു പോകുന്ന വഴിക്കാണ് ഈ കൊലപാതകം നടത്തിയത്.
ഒരാൾ വാ പൊത്തിപ്പിടിച്ചതിന് ശേഷം മറ്റേയാൾ കഴുത്തിന് വെട്ടി ആ സ്ത്രീയെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത് കുട്ടിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ചെയ്തു എന്നതായിരുന്നു വളരെ വേദനാജനകമായ ഒന്ന്. വളരെ ക്രൂരമായ കുറ്റകൃത്യമായിരുന്നു അത്. കേരളത്തിൽ കുറ്റകൃത്യം നടത്തി രക്ഷപ്പെടാനാകുമെന്ന തെറ്റായ ധാരണയാണ് തമിഴ്നാട്ടിലെ സംഘത്തെ പ്രേരിപ്പിച്ചത്. കൃത്യമായ അന്വേഷണം ഉണ്ടാകില്ലെന്ന് അവർ കരുതി. കേരള പോലീസിന്റെ തീവ്രമായ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. കേരള പോലീസിന്റെ കൃത്യമായ അന്വേഷണ ശൈലിയും അപ്രതീക്ഷിതമായ നീക്കങ്ങളുമാണ് പ്രതികളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തകർത്തത്. പ്രിയ കൂട്ടുകാരെ, ഇതുപോലുള്ള കുറ്റാന്വേഷണ കഥകൾ കേൾക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടുതൽ കുറ്റാന്വേഷണ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.